സുഭിക്ഷ കേരളം വൻ വിജയമാക്കി കാസർഗോഡ് ജില്ല. കോവിഡ് മഹാമാരിയെ തുടർന്ന് സാമ്പത്തിക തകർച്ചയും ഭക്ഷ്യക്ഷാമവും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരള സർക്കാർ കേരള ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച നവീന ആശയമാണ് സുഭിക്ഷ കേരളം. കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിച്ച് കേരള ജനതയെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയും കൂടിയായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. സുഭിക്ഷ കേരളം പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ കാസർഗോഡ് ജില്ലയിലെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്തറിയാം. ഇത് പുല്ലൂർ പെരിയ ഗ്രാമം. ചാലിങ്കാലിൽ ദേശീയപാത 66 അരികിലായാണ് വിഷ്ണുപ്രസാദ് ഹെബ്ബാറിന്റെ 31 ഏക്കർ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉപയോഗശൂന്യമായി തരിശായി കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, അഗ്രോ സർവീസ് സെന്റർ പെരിയ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ, സർവീസ് സഹകരണ ബാങ്ക്, കർഷക ഗ്രൂപ്പുകൾ തുടങ്ങിയവയുടെ സംയുക്തമായ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് 31 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വിവിധ വിളകളാൽ മനോഹരമായ ഈ കൃഷിയിടം. 100ഓളം നാടൻ പശുക്കളും കാളകളുമായി ഒരു ഫാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു 6 വർഷം മുമ്പാണ് ഇവിടെ ഒരു 31 ഏക്കറോളം സ്ഥലം വാങ്ങിയത്. അതിൻ്റെ ഫാമിൻ്റെ വിപുലീകരണത്തിനും അതുപോലെ തന്നെ കൃഷിക്കൊക്കെ ആയിട്ടാണ് ഇത് വാങ്ങിയത്. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പല സാങ്കേതിക കാരണങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാട് മൂടിക്കിടക്കുന്നതായിരുന്നു. പിന്നെ 2-3 വർഷം തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ പ്രമോദ് സാറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ശാരദ അവരും എന്നെ ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു 31 ഏക്കറോളം സ്ഥലമുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായത്. എന്താ പറഞ്ഞാൽ ഈ സ്ഥലം വാങ്ങിയത് തന്നെ അതിൻ്റെ ഉദ്ദേശം തന്നെ കൃഷി, പശു അതൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയത് തന്നെ. ചാമ, നെല്ല്, കപ്പ, മഞ്ഞൾ, കൂവ, മധുരക്കിഴങ്ങ് തുടങ്ങിയ വിളകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 18 ഏക്കറിലാണ് കരനെൽ കൃഷി ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത വിത്തിനമായ 90 പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള ഈ നെല്ലിനം ഇവിടെ വ്യാപകമായി കൃഷി ചെയ്തിരിക്കുന്നു. ഏക്കറിലാണ് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചാമകൃഷി. പെരിയ കൃഷിഭവൻ്റെ കീഴിലുള്ള അഗ്രോ സർവീസ് സെൻ്ററിൽ ചെറുധാന്യ കൃഷി കൂടുതലായി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിത്ത് എത്തിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 3 ഏക്കറിലാണ്. ഈ 3 ഏക്കറിലെ ഹാർവെസ്റ്റ് ചെയ്യാൻ ആയിക്കൊണ്ടുവരികയാണ്, വിളവെടുപ്പ് തുടങ്ങാനായിക്കൊണ്ടുവരുന്നു. ഇത് നമ്മൾ മറ്റ് കർഷകരിലേക്ക് വിത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഴയ കാലത്ത് പുനംകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാമ, എള്ള്, മുത്താറി എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അത് ഇടകാലത്ത് നിന്ന് പോയതാണ്. അപ്പോൾ അത് നമ്മൾ വീണ്ടും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാമ കൃഷി ചെയ്തിരിക്കുന്നത്. ചാമ പണ്ട് പഞ്ഞപ്പുല്ലെന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തരിശായി കിടന്നിരുന്ന ഭൂമി കൃഷിയിടമായപ്പോൾ ധാരാളം സന്ദർശകർ ഇവിടെ എത്താറുണ്ടത്രേ. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗിന്റെ ഭാഗമായാണ് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. എങ്കിലും സന്ദർശകർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമായി ചെണ്ടുമല്ലി കൃഷി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ഈ ഭൂമി കൃഷി ചെയ്യാൻ അനുയോജ്യമാക്കിയത് പെരിയ അഗ്രോ സർവീസ് സെന്ററിന്റെ പ്രവർത്തനത്താലായിരുന്നു. ആവശ്യമായ നടീൽ വസ്തുക്കൾ ശേഖരിച്ചു നൽകിയത് ഈ അഗ്രോ സർവീസ് സെന്റർ ആയിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും
ജനകീയ ആസൂത്രണ തുക വിനിയോഗിച്ചാണ് ഈ കൃഷി ഇവിടെ സാധ്യമാക്കിയത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അരി പുല്ലൂർ പെരിയ അരി എന്ന ബ്രാൻഡിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 150 ഏക്കറോളം ഭൂമി വിവിധ കാർഷിക വൃത്തിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കരനെല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിവിധ ഇനം കൃഷികളാണ് ഈ ഭൂമികളിൽ ചെയ്തു വരുന്നത്. അതിനായിട്ട് നമ്മുടെ നാട്ടിലെ സ്ഥിരമായി കൃഷി ചെയ്യുന്ന കർഷകരെയും കൃഷിയുമായി ബന്ധമില്ലാത്ത പോലും ആളുകൾ ഉൾക്കൊള്ളുന്ന പുതിയ ഗ്രൂപ്പുകളെയും ഉൾപ്പെടെ ഒരു വലിയ വിഭാഗത്തിനെ നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി കാട്ടുതീക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു, പഞ്ചായത്തിനുൾപ്പെടെ തലവേദനയായിരുന്നു. സുഭിക്ഷ കേരളത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ഭൂമിയാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ 31 ഏക്കർ ഭൂമിയെ പെരിയ കാർഷിക സേവന കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു കൃഷിഭൂമിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏകദേശം 4 JCBകൾ തുടർച്ചയായിട്ട് 4 ദിവസങ്ങളിലും അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ട്രാക്ടറുകൾ തുടർച്ചയായിട്ട് 5 ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു മികച്ച കൃഷിഭൂമിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. തരിശുഭൂമികളിൽ കൃഷിയിറക്കിയ വിശേഷങ്ങൾ ഇനിയുമേറെയുണ്ട് പുല്ലൂർ പെരിയയിൽ. ഇവിടുത്തെ കാർഷിക വിശേഷങ്ങൾക്കായി പുല്ലൂർ പെരിയ കൃഷി ഓഫീസറുമായി സംസാരിക്കാം. പ്രമോദ് കുമാർ, ഫോൺ നമ്പർ 9447237617. കാസർഗോഡ് ജില്ലയിലെ തന്നെ പള്ളിക്കര കൃഷിഭവന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന കതിർ പുരുഷ സ്വയം സഹായ സംഘം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന 6 ഏക്കർ പച്ചക്കറി തോട്ടമാണിത്. പീച്ചിങ്ങ, വെള്ളരി, സാലഡ് വെള്ളരി, വെണ്ട, കുമ്പളം തുടങ്ങിയ വിളകൾ 5 ഏക്കറിലായും നെൽകൃഷി 1 ഏക്കറിലുമായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 6 ഏക്കറോളം സ്ഥലത്ത് സംഘം കൃഷി ചെയ്യുന്നുണ്ട്. കക്കിരി, വെള്ളരി, നെൽകൃഷി തുടങ്ങിയ കൃഷികളാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ നല്ല രീതിയിൽ എല്ലാ സമയങ്ങളിലും എല്ലാ സീസണിലും കൃഷി ചെയ്യുന്ന വളരെ നല്ല കർഷകരാണ് ഈ സംഘത്തിലുള്ളത്. ഓണത്തിന് വിളവെടുത്ത ഉൽപ്പന്നങ്ങളെല്ലാം പള്ളിക്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അയൽ ഗ്രാമങ്ങളിലേക്കും വിപണനം നടത്തി സുഭിക്ഷ കേരളം പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുകയാണ് 4 അംഗങ്ങളടങ്ങിയ ഈ കതിർ സ്വയം സഹായ സംഘം. ഞങ്ങൾ 4 പേർ കൂടിയാണ് കൃഷി ചെയ്യുന്നത്. അതിലൊരാൾ പി ബാലകൃഷ്ണൻ നായർ ആലക്കോട്, പി കുമാരൻ നായർ ചെറുട്ട മട്ടമലി, ചന്ദ്രൻ അമ്പലകത്ത്. അങ്ങനെ ഞങ്ങൾ 4 പേർ കൂടിയാണ് ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഇപ്രാവശ്യം ഈ തരിശുഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി താല്പര്യമെടുക്കുകയും പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ മെമ്പർമാരും എല്ലാവരും സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ഇതിനു വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃഷി ഓഫീസർ വേണു സാർ ഞങ്ങൾക്ക് തരികയും അങ്ങനെ ഞങ്ങൾ ഈ 6 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ജൂൺ മാസത്തിലാണ് കൃഷി തുടങ്ങിയത്. അപ്പോൾ 3 മാസമാണ് ഈ കൃഷിയുടെ കാലാവധി. ഇപ്പോൾ കൃഷി ഏകദേശം വിളവെടുപ്പ് പകുതിയോളം കഴിഞ്ഞു. നല്ല രീതിയിലുള്ള വിളവെടുപ്പായിരുന്നു. കാഞ്ഞങ്ങാട്, നീലേശ്വരം, പിന്നെ ചീമേനി ആ ഭാഗത്തേക്ക് ഞങ്ങൾ പച്ചക്കറി വിപണനം നടത്തിയിരുന്നു. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പിലിക്കോട് കൃഷിഭവൻ്റെ കീഴിലുള്ള സ്റ്റാളിലേക്കും ഞങ്ങൾ പച്ചക്കറി വിതരണം ചെയ്തു. എല്ലാവരുടെയും നന്നായ സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു 60 സെൻറ്റ് സ്ഥലത്ത് വെണ്ടയും, ഒരു 2 ഏക്കർ സ്ഥലത്ത് വെള്ളരി, 50 സെൻറ്റ് സ്ഥലത്ത് കുമ്പളം, 50 സെൻറ്റ് സ്ഥലത്ത് മത്തൻ, ഇങ്ങനെ മൊത്തം 5 ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ പച്ചക്കറി ചെയ്തത്. നരമ്പൻ, പിന്നെ കക്കരി എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പള്ളിക്കര പഞ്ചായത്തിൽ 52 ഹെക്ടറിൽ നെൽകൃഷിയും 21 ഹെക്ടറിൽ പച്ചക്കറി വിളകളും 25 ഹെക്ടറോളം സ്ഥലത്ത് കിഴങ്ങുവർഗ വിളകളും കൃഷി ചെയ്യാൻ സാധിച്ചത് സുഭിക്ഷ കേരളം എന്ന ജനകീയ പദ്ധതിയുടെ വൻ വിജയം തന്നെയാണെന്ന് പള്ളിക്കര കൃഷി ഓഫീസർ കെ വേണുഗോപാലൻ സാക്ഷ്യപ്പെടുത്തുന്നു. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി തരിശുഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്തിട്ടുള്ള
ഒരു പഞ്ചായത്താണ് പള്ളിക്കര. പ്രത്യേകിച്ച് നെൽകൃഷി 20-30 വർഷങ്ങളായി പല കാരണങ്ങൾ കൊണ്ട് ബേക്കൽ ടൂറിസത്തിൻ്റെ അക്വയർ ചെയ്തുകൊണ്ടും മറ്റും കാരണങ്ങൾ കൊണ്ട് തരിശായി കിടന്നിരുന്ന 52 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഈ വർഷം സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശുഭൂമി കൃഷി ചെയ്തിട്ടുള്ളത്. അതുപോലെ സാധാരണ ചെയ്യുന്ന പച്ചക്കറി കൃഷിക്ക് കൂടാണ്ട് 21 ഹെക്ടർ പച്ചക്കറി കൃഷിയും 25 ഹെക്ടർ കിഴങ്ങ് വർഗ്ഗ കൃഷിയുമുണ്ട്. കൂടാതെ ഇതുപോലുള്ള തെങ്ങിൻ തോട്ടങ്ങൾ 3000 കർഷകരെ കോർത്തിണക്കിക്കൊണ്ട് തെങ്ങിൻ തോട്ടങ്ങളിൽ ഇടവിളയായി ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ ഇവിടെ കാണുന്ന കൂവ എന്നിവ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വളരെ ജനങ്ങളുടെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി പള്ളിക്കരയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് മൗവൽ പാടശേഖരം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തരിശായി കിടക്കുകയായിരുന്നു. 15 ഏക്കറിലാണ് കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. നെൽകൃഷി നിന്നു പോകുമെന്ന് ആശങ്കാകുലരായി നിന്ന കർഷകർക്ക് ഇവിടെ ആഹ്ലാദത്തിനും പ്രതീക്ഷയ്ക്കും വക നൽകിയത് സുഭിക്ഷ കേരളം പദ്ധതിയാണ്. പള്ളിക്കൽ പഞ്ചായത്തിലെ ബെക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതിനരികിലായി 30 വർഷമായി തരിശായി കിടന്നിരുന്ന 18 ഏക്കർ. സുഭിക്ഷ കല്ലിങ്കൽ, യുവത പനയാൽ, പച്ചപ്പ് കാർഷിക കൂട്ടായ്മ, പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക്, മൂസ എന്ന കർഷകൻ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ 18 ഏക്കറിൽ നെൽകൃഷി സാധ്യമാക്കിയത്. 30 വർഷത്തോളമായി തരിശായി കിടന്ന് സ്ഥലം കച്ചവടത്തിന്, റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ വീണ്ടെടുക്കുകയും ഡാറ്റാ ബാങ്കിൽ പെടുത്തുകയും അതിൽ ഇത്തവണ പനയാൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടുകൂടി 15 ഏക്കർ സ്ഥലത്ത് ഒറ്റ പാടശേഖരം 30 വർഷമായി കൃഷി ചെയ്യാൻ സാധിക്കാതെ ലാൻഡ് മാഫിയയുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം തിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി സാധിച്ചു. രണ്ടാമത്തത് ബേക്കൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടതിൻ്റെ പദ്ധതികൾ വരുന്ന സമയത്ത് മുമ്പ് പുകയിലപ്പാടങ്ങളായിരുന്ന സ്ഥലം, പുകയില കൃഷി നിന്നതിന് ശേഷം ബേക്കൽ ടൂറിസം പദ്ധതി വന്നതിന് ശേഷം അവിടെ കൃഷി നടക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു വേള നെൽകൃഷിയും രണ്ടാമത്തെ സീസണിൽ പുകയിലയും ചെയ്തിരുന്ന സ്ഥലത്ത് വർഷങ്ങളായി തരിച്ചിട്ടിരിക്കുന്നത് ബേക്കൽ ടൂറിസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലം എന്ന രീതിയിൽ ഞങ്ങൾ യുവജന സംഘടനകളുടെയും പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെയും മറ്റ് കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവിടെ 15 ഏക്കർ സ്ഥലം കൃഷി ചെയ്യിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തരിശു നിലങ്ങളെല്ലാം ഹരിതാഭമാക്കിയ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കും കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൂടെ നിന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഇത് അഭിനന്ദനാർഹമായ നേട്ടം തന്നെയാണ്. പള്ളിക്കര കൃഷി ഓഫീസറുമായി കാർഷിക വിശേഷങ്ങൾ സംസാരിക്കാം. കെ വേണുഗോപാലൻ, ഫോൺ നമ്പർ 9495 431822. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ കൊരക്കോൽ കൃഷിയിടം. ഉപയോഗശൂന്യമായി കിടന്ന 8 ഏക്കറിൽ കൃഷിയിറക്കിയത് യുവാക്കളുടെ കൂട്ടായ്മയാണ്. കപ്പ, നെല്ല്, വാഴ, ചേമ്പ്, ചേന, വിവിധ ഇനം പച്ചക്കറികൾ, കൂവ തുടങ്ങി വൈവിധ്യമാർന്ന വിളകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുറ്റിക്കോൽ പഞ്ചായത്തിലെ കൊരക്കോൽ പ്രദേശത്തെ 8 ഏക്കർ സ്ഥലത്താണ് ഇത് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ആൾ പൊക്കത്തിലുള്ള വനമായിരുന്നു. പ്രദേശത്തെ 20ഓളം ചെറുപ്പക്കാർ കൂടി വെട്ടിത്തെളിച്ച് ആണ് ഈ രീതിയിലുള്ള ഒരു കൃഷിഭൂമി ആയി മാറ്റിയിരിക്കുന്നത്. ഈ പ്രദേശം കാട്ടുപന്നി, കുറുക്കൻ അത്തരത്തിലുള്ള വന്യജീവികൾ മൂലം ഈ സമീപപ്രദേശങ്ങളിലെ കുടുംബങ്ങളൊക്കെ ദുരിതമനുഭവിക്കുന്നൊരു സമയത്തും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ആഹ്വാനം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇതിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. 8 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. കപ്പ, നെല്ല്, വാഴ, ചേമ്പ്, ചേന മുതലായ എല്ലാ, കക്കരി, വെള്ളരി മുതലായ എല്ലാ സാധനങ്ങളും ഇത്തവണ ഞങ്ങൾക്ക് ഓണം വിപണിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്.
നെല്ലും നല്ല വിപുലമായി തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ ഈ കൃഷിയുടെ പരിപാലനത്തിൽ ആത്മാർത്ഥതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. പാട്ടുപാടിയും നൃത്തം ചെയ്തും തരിശുഭൂമി കൃഷിയെ ഇവർ പരിപാലിക്കുന്നത് കാണാം. കുറ്റിക്കോൽ പഞ്ചായത്തിൽ 45 ഹെക്ടറോളം തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയതായി കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. 15 ഹെക്ടറോളം നെൽകൃഷിയും ബാക്കി വാഴക്കൃഷി, കിഴങ്ങ് കൃഷി, മറ്റ് എല്ലാ കൃഷികളും, പച്ചക്കറി കൃഷി, ഏതാണ്ട് ഒരു 15 ഹെക്ടർ പയറുവർഗ കൃഷികളുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഈ ഓണത്തിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ ഇക്കോ ഷോപ്പ് വഴിയും നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും സുഭിക്ഷമായി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടാക്കിയ തരിശുരഹിത ഭൂമിയിൽ തന്നെ പച്ചക്കറി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ബാങ്ക് ലോണും അതുപോലെ തന്നെ മറ്റ് സബ്സിഡികളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി യോജിപ്പിച്ച് അവരുടെ സഹായം കൂടി ഈ കൃഷിഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ കർഷകരുടെ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഒരുമയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. പത്ത് കൊല്ലമായി കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്താണ് ഭൂമിക കർഷക കൂട്ടായ്മ നെല്ല്, ചാമ, തിന, കടുക്, എള്ള് തുടങ്ങിയ വിളകളുടെ കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഭൂമിക കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന മാധവനിൽ നിന്ന് തന്നെ നമുക്ക് ഈ കൃഷി വിശേഷം അറിയാം. ഞങ്ങളെ ഭൂമിക കർഷക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 5 പേരാണിത് കൂട്ടായിട്ട് തുടങ്ങിയിട്ടുള്ളത്. കുറ്റിക്കോൽ കൃഷിഭവൻ്റെയും അവരെ സഹകരണത്തോടെയാണ് ഞങ്ങളിത് 10 കൊല്ലമായി തരിശ് ആയി കിടക്കുന്ന ഭൂമിയായിരുന്നത്. അത് നെൽകൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാട് തെളിച്ചു, കൃഷി ഇറക്കി. കൂടാതെ ചാമ, തെന, കടുക്, എള്ള്, സൂര്യകാന്തി, അതുപോലെ ഇതിൻ്റെ ഇടയിലെല്ലാം അതുപോലെ എല്ലാം കൃഷി ചെയ്തായിരുന്നു. സൈഡിൽ തെനക്കൃഷി, തെന ഇട്ട് തന്നെ ഞങ്ങൾ കിളികളെ ശല്യം, കിളികൾ ആദ്യം അതിലേക്കേ വരൂ. തെനയാണ് തിന്നാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കുറച്ച് കുറയുമല്ലോ പറഞ്ഞിട്ട് തെനക്കൃഷി സൈഡിൽ തെനയും അതുപോലെ എള്ള്. അപ്പോൾ നെല്ല് ഇവർ തിന്നാൻ ഇഷ്ടപ്പെടില്ല. അതേപോലെ സൂര്യകാന്തി ഉണ്ടെങ്കിൽ കീടങ്ങളെ ശല്യം കുറയും. ചെണ്ടുമല്ലി, സൂര്യകാന്തി, അതുപോലെ പച്ചക്കറികൾ, കുമ്പളം, അതിൻ്റെ സൈഡിൽ കുമ്പളം, മത്തൻ അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കുറ്റിക്കോൽ കൃഷിഭവൻ്റെ കീഴിൽ ഏകദേശം 75 ഹെക്ടറോളം സ്ഥലത്ത് തരിശുഭൂമിയിൽ നെൽകൃഷി, പച്ചക്കറി, മരച്ചീനി, കിഴങ്ങുവർഗ്ഗങ്ങൾ, വാഴ എന്നീ കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നു. നന്നായി ചെയ്തിട്ടുണ്ട് കർഷകർ. ഈ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഏകദേശം പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ 25 ഹെക്ടറോളം സ്ഥലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾക്കും അതുപോലെ തന്നെ ഒരു 10 ഹെക്ടറോളം നെൽകൃഷിയും 5 ഹെക്ടറോളം പച്ചക്കറി കൃഷിക്കും പദ്ധതികൾ ചെയ്ത് ആനുകൂല്യം കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രകാന്ത സ്വാമിയുടെ 11 ഏക്കർ പാട്ടത്തിനെടുത്താണ് ബാല്യകാല സുഹൃത്ത് എന്ന കാർഷിക കൂട്ടായ്മ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. 4 ലക്ഷത്തോളം രൂപ ഈ 11 ഏക്കറിൽ കൃഷി ഇറക്കാനായി വിനിയോഗിച്ചതായി ബാല്യകാല സുഹൃത്തിന്റെ പ്രസിഡന്റായ സുബീർ കേറ്റി പറയുന്നു. 30 വർഷം തരിശുഭൂമിയായിരുന്ന സ്ഥലം ഞങ്ങൾ ഇറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് ഇതിനെ 4 ലക്ഷം ഉറുപ്പിയോളം മുടക്കി. ഇനി വരും തലമുറക്ക് മാതൃകയാകാൻ വേണ്ടി ഞങ്ങളുടെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടൂല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. വരും തലമുറക്കൊരു മാതൃകയായിട്ട് ഈ നെൽവയൽ നന്നായി എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കുറ്റിക്കോളിലെ കൃഷി ഓഫീസറൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്ന്, ജൂലി മേഡാണെങ്കിലും ചക്രമണി സാറാണെങ്കിലും, അതുകൊണ്ട് ഞങ്ങൾ ഈ നെൽപ്പാടം നല്ലൊരു നെൽവയലാക്കി മാറ്റി. അതിൻ്റെ ഉടമസ്ഥനാണ് ഈ ചന്ദ്രകാന്ത സ്വാമി.
സുഭിക്ഷ കേരളം പദ്ധതി വൻ വിജയമാക്കി തീർത്തിരിക്കുകയാണ് കുറ്റിക്കോൽ പഞ്ചായത്തിലെ നിവാസികൾ. ഈ പഞ്ചായത്തിലെ കാർഷിക വിശേഷം അറിയാൻ കൃഷി ഓഫീസറുമായി സംസാരിക്കാം. കൃഷി ഓഫീസർ ഹുസൈനുമായി സംസാരിക്കാം. ഫോൺ നമ്പർ 8547102823. ഇത് മലയോര ഗ്രാമപ്രദേശമായ കാർഷിക പ്രാധാന്യമുള്ള ബേഡെടുക്ക പഞ്ചായത്ത്. കഴിഞ്ഞ വർഷം ബേഡെടുക്കയെ തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരുന്നു. 85 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു മലയോര പഞ്ചായത്ത്, കാർഷിക പ്രധാനമായ പഞ്ചായത്താണ് ബേഡെടുക്ക. പഞ്ചായത്ത് ഭരണസമിതി തന്നെ നേരിട്ട് തരിശു നിലത്ത് കൃഷി നടത്തി ജനകീയമായ കൃഷി പ്രോത്സാഹിപ്പിച്ച് പാടശേഖര സമിതികൾ മുഴുവൻ സംഘടിപ്പിച്ച് അവരോട് കൃഷിയെടുക്കാൻ ആവശ്യപ്പെട്ട് തരിശു നിലത്ത് കൃഷി ചെയ്തത് വിളവെടുത്ത് കുത്തി അരിയാക്കി ബേഡകൻ റൈസ് വിപണിയിൽ എത്തിച്ച പഞ്ചായത്താണ്. ഏറ്റവും മികച്ച നിലയിൽ കൃഷിയിലും വൃത്തിയിലും വിളവിലും ഇടപെട്ട പഞ്ചായത്ത് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഹരിത അവാർഡ് നേടിയ പഞ്ചായത്ത് കൂടിയാണ് ബേഡെടുക്ക. സ്വരാജ് അവാർഡ് നേടിയ പഞ്ചായത്താണ് ബേഡെടുക്ക. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ആദ്യം സുഭിക്ഷ കേരളം ആപ്പ് കാസർഗോഡ് ജില്ലയിൽ കലക്ടർ മുൻകൈയെടുത്ത് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയപ്പോൾ ആ ആപ്പ് പരിചയപ്പെടുത്തിയത് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടാണ്. ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ, ചെറുപ്പക്കാരികളായ വിദ്യാർത്ഥിനികളെ വിളിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ സുഭിക്ഷ കേരളം ആപ്പിലൂടെ ഞങ്ങൾ സർവേ നടത്തി ഒരാഴ്ച കൊണ്ട് 312 ഏക്കർ കൃഷിയോഗ്യമായ കുന്നുംപുറം ഉൾപ്പെടെയുള്ള സ്ഥലം കണ്ടെത്തി. ഈ വർഷം കൃഷിക്ക് അനുയോജ്യമായ എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും തരിശു നിലങ്ങളിലും വിവിധ വിളകൾ കൃഷി ചെയ്ത് സുഭിക്ഷ കേരളം പദ്ധതി വൻ വിജയമാക്കിയിരിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും കൃഷിയിലേക്ക് എന്ന മഹത്തരമായ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിച്ച് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ സംഘടനകളും കൃഷിയിലേക്കിറങ്ങി. നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പുതുതായി യുവതലമുറ, ഒരു കാലത്ത് ഈ കൃഷിയിൽ നിന്ന് മന്യം പോയ യുവതലമുറ അടക്കം ഇപ്പം കൃഷിയിലേക്ക് ആകർഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് CPIMൻ്റെ ബേഡകം ഏരിയ കമ്മിറ്റി ഈ ജയപുരത്ത് ഒരു പ്രത്യേകമായ സ്ഥലം കണ്ടെത്തിയത്. ഇത് ഒരു 7 ഏക്കർ വരുന്ന ഒരു പ്ലോട്ടാണിത്. ഈ 7 ഏക്കറയിൽ നമ്മൾ ഒരു 2 ഏക്കറോളം നെൽകൃഷിയും ഒരു 2 ഏക്കറോളം കപ്പയും 2 ഏക്കറോളം പച്ചക്കറിയും, ഇങ്ങനെ 3 തരത്തിലാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. ബേഡെടുക്ക മുള്ളങ്കോലിലെ 5 ഏക്കർ കൃഷി ചെയ്തിരിക്കുന്നത് CPMന്റെ പായും മുള്ളങ്കോട് കുണ്ടൂച്ചി ബ്രാഞ്ചുകളിലെ പ്രവർത്തകരാണ്. CPMന്റെ 3 ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കപ്പ കൃഷി നടക്കുന്നത്. അതിലേകദേശം 60ഓളം പേര് കപ്പ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ നിലമൊരുക്കാനും ഇപ്പോൾ ഇന്നലെ വരെ, അതായത് പല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം കപ്പയുടെ പുല്ല് പറിക്കൽ, കപ്പ മാത്രമല്ല ഇതിലെല്ലാ കൃഷിയുണ്ട്. കാരണം നെല്ലുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, കോയക്കൃഷിയുണ്ട്. വലിയ മലയായിരുന്നു, കാരണം ഇത് മൊത്തം കാട് മൂടി കിടക്കുകയായിരുന്നു. അതിനൊക്കെ വെട്ടി തെളിച്ച് ഈ കൊറോണ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് മാസ്ക് ധരിച്ചുകൊണ്ടാണ് മൊത്തം ഈ ആൾക്കാർ ഈ കാടിൽ കയറി ഇറങ്ങി വെട്ടി തെളിക്കുകയും കാട് തീ കൊടുത്ത് വൃത്തിയാക്കി നിലമൊരുക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത ഒരു ഇത് ജോലിയാണിത്. അതുകൂടാതെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കുന്നിൻ പ്രദേശങ്ങളിലും ലഭ്യമായ എല്ലാ തരിശു നിലങ്ങളിലും കൃഷി ചെയ്ത് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യപ്രാപ്തിക്കായി പ്രയത്നിക്കുന്ന പഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്.